നോക്കാം. എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യ അടക്കം ലോകത്തെ വിവിധയിടങ്ങളിലെ വ്യോമഗതാഗതത്തെ ബാധിച്ചിരിക്കുകയാണ്. ചാരപ്പുക പടർന്നതോടെ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. പല വിമാനങ്ങളും റീറൂട്ട് ചെയ്തു. 100 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ 15,000 മുതൽ 25,000 അടി ഉയരത്തിലാണ് ചാരമേഘങ്ങൾ സഞ്ചരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലും രാജസ്ഥാനിലും എത്തിയ ചാരമേഘം ഇന്ന് പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളെയും ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ അഗ്നിപർവ്വത സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചാരവും പുകയും ഒക്കെ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും ഇന്ത്യയിലടക്കം വലിയ തരത്തിലാണിത് വ്യോമ മേഖലയെ ബാധിച്ചിരുന്നത്. കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. അവിടെ ഹെയ്ലി ഗുബി എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപർവ്വതം ഈ ഞായറാഴ്ച ഇങ്ങനെ പൊട്ടുന്നത്, സ്ഫോടനം നടക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നെങ്കിലും അതിൽ നിന്ന് ഉയർന്നു വന്ന പുക, ചാരപ്പുക ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളായ ഏഷ്യ, അതുപോലെ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വ്യോമഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വിമാനം വരെ അഹമ്മദാബാദിൽ ഇറക്കേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പുകപടലങ്ങളാണ് ലോകമെമ്പാടും ലോകത്തെ പ്രധാന പ്രദേശങ്ങളിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ചെങ്കടലിന് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ 100 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ വരെയാണ് ഈ ചാരപ്പുക ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത് 15,000 മുതൽ 25,000 വരെ അടി ഉയരത്തിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമഗതാഗതത്തെ, പ്രത്യേകിച്ച് ഈ ചാരപ്പുകയിൽ ഈ ചാരമുണ്ട്, അതുപോലെ സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്വസനത്തെയും അതുപോലെ നമുക്ക് വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ്, നമ്മുടെ കണ്ണിൽ ചൊറിച്ചിൽ, മൂക്കിൽ ചൊറിച്ചിൽ, തൊണ്ട വേദന തുടങ്ങിയ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുത്താവുന്ന തരത്തിലുള്ള ഒരു വിഷപ്പുകയാണ് ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വോൾക്കാനിക് ഇറക്ഷൻ, അതായത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില കണ്ണാടി ചില്ലുകൾ, അതുപോലെ ചില പുകപടലങ്ങൾ, പൊടിപടലങ്ങൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം ഈ ചാരപ്പുകയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആകാശത്തിൻ്റെ കാഴ്ചയെ ഒരു വലിയ രീതിയിലുള്ള ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യോമഗതാഗതത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ വിവിധയിടങ്ങളിലുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനും അതുപോലെ റീറൂട്ട് ചെയ്യാനും ഒക്കെ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മുടെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളെല്ലാം. അതുപോലെ DGCA കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അന്തരീക്ഷം കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രം ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും വിമാനങ്ങൾ റീറൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി അത്തരത്തിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. പുതിയ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്നത് ഈ പുകപടലത്തിൻ്റെ വേഗതയും അതുപോലെ ഇത് നീങ്ങുന്ന രീതിയും അനുസരിച്ച് കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേടിയ ശേഷം മാത്രം ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് DGCA നൽകുന്നത്. പ്രധാനമായും ഇൻഡിഗോ ഇന്ന് 6 വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആകാശ എയർലൈൻസും ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യാൻ പോകുന്നവർ, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ മുന്നറിയിപ്പുകൾ നോക്കുക, ഫ്ലൈറ്റിൻ്റെ അലേർട്ടുകൾ നോക്കുക, അത് ഏതെങ്കിലും തരത്തിൽ റീറൂട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായുണ്ട്. അഭിലാഷ, ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള സർവീസ് ഇന്നും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. അത് സംബന്ധിച്ച് എന്താണ് നമുക്കറിയാൻ സാധിച്ചത്? കൃത്യമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ ചില വിമാനങ്ങൾ റീറൂട്ട് ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഈ ചാരപ്പുകയുടെ സഞ്ചാരം എങ്ങോട്ടാണ്, സഞ്ചാരത്തിൻ്റെ രീതി എങ്ങോട്ടാണ് എന്നുള്ളതനുസരിച്ച് ഇത് കുറയാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായും ഈ ചാരപ്പുക കാണുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യ വഴി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന വിമാനങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പ്രകാരം DGCA നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും നെടുമ്പാശ്ശേരി അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ പുറപ്പെടുക. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ DGCA നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഓക്കെ ആയിട്ടുള്ള വിമാനങ്ങൾ ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ പുകപടലത്തിൻ്റെ സഞ്ചാരം പ്രകാരം അത് ചിലപ്പോൾ റീറൂട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത് എല്ലാ വിമാനത്താവളങ്ങൾക്കും, ഇന്ത്യയിലെ
ഇന്ത്യയിലായാലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായാലും എല്ലായിടത്തും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സൾഫർ ഡയോക്സൈഡ്, അതായത് ഈ ചാരപ്പുകയുമായി ബന്ധപ്പെട്ട് ചാരപ്പുകയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് അമ്ലമഴ ഉണ്ടാക്കാനുള്ള സാധ്യത വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇത് അമ്ലമഴ ഇത്തരത്തിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇത് 15,000 മുതൽ 25,000 അടി മുകളിലായതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെയൊന്നും ആൾക്കാർക്ക്, സാധാരണ ജനങ്ങളെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇതൊരു അമ്ലമഴയായിട്ടൊക്കെ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഇത് വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏറ്റവും പ്രധാനമായി വായുവിന്റെ ഗുണനിലവാരം കുറയാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നൊരുക്കം രാജ്യതലസ്ഥാനത്തടക്കം എടുത്തിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? ഭവ്യ, നമുക്കറിയാം രാജ്യതലസ്ഥാനത്ത് നിലവിൽ ഈ അമ്ലമഴയും ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഏറ്റവും മോശമായ, ലോകത്ത് തന്നെ ഏറ്റവും മോശമായ രീതിയിൽ വായു നിലവാരമുള്ള ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. അവിടെ ഇതിന് പുറമെ ഈ ഇപ്പോഴത്തെ AQIന് പുറമെ 400, 350, 400 ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ചാരപ്പുക കൂടി കയറുമ്പോൾ അത് അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിലവിലെ പ്രിക്കോഷൻസ് തന്നെ തുടർന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അതിനപ്പുറം എന്തെങ്കിലും വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമെങ്കിൽ അത്തരത്തിൽ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ചില ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മഹാരാഷ്ട്ര, അതായത് മുംബൈ എയർപോർട്ടിൻ്റെ ചില അവിടുന്ന് ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നത്, മുംബൈ എയർപോർട്ടിൽ നിന്ന് തിരിക്കുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി, അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ പുകപടലങ്ങളായതിനാൽ അവർക്ക് പാകിസ്ഥാൻ്റെ എയർ സ്പേസ് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ എയർ റൂട്ടിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന ചില വിമാനങ്ങൾക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇപ്പോൾ നിലവിൽ അവർ ഇവിടുത്തെ സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് കണ്ടെത്തും എന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, അഭിലാഷ്, നമുക്കറിയാം 12,000 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ അഗ്നിപർവ്വത അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ ചാരത്തിൽ മൂടി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അവിടെ പലയിടങ്ങളിലും ചെറിയ തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ എത്യോപ്യയെ സംബന്ധിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രകമ്പനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രധാനമായും പ്രശ്നം ചാരപ്പുകയാണ്. ഈ ചാരപ്പുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ കണ്ണാടി ചില്ലുകളും അതുപോലെ കല്ലിൻ്റെ കഷ്ണങ്ങളും സൾഫർ ഡയോക്സൈഡ് അതുപോലെ ഈ ചാരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ചേർന്നിട്ടുള്ള കറുത്ത പുകയാണ് ഈ പ്രദേശങ്ങളിൽ. അതായത് എത്യോപ്യയിൽ ഉണ്ടായതാണെങ്കിലും അത് ഏഷ്യൻ രാജ്യങ്ങളെയും മിഡിൽ ഈസ്റ്റിനെയുമാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. യമൻ, ഒമാൻ, അബുദാബി അതുപോലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും അവരുടെ അതായത് വ്യോമഗതാഗതത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. 12,000 വർഷങ്ങൾ കഴിഞ്ഞ 12,000 വർഷത്തിൽ ഈ ഒരു ഹെയ്ലി ഗുബി എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് പൊട്ടിത്തെറിച്ചതായിട്ടുള്ളതിന് രേഖകളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു വോൾക്കാനിക് ഇറപ്ഷൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അത് കൃത്യമായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച 23-ാം തീയതി ഇത്തരത്തിൽ ഇത് വലിയ പ്രകമ്പനത്തോടെ പൊട്ടിത്തെറിച്ച ശേഷം ഈ പ്രദേശത്ത് എത്യോപ്യ എന്ന് പറയുന്നത് ലോകത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കൻ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനവാസങ്ങളുള്ള 2ാം സ്ഥാനമാണ് ഈ എത്യോപ്യയ്ക്ക്. അപ്പോൾ പക്ഷേ പ്രധാനമായും ഈ അഗ്നിപർവ്വതവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും പരിക്കുകളോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച്, ചെങ്കടലുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് വ്യോമഗതാഗതത്തിൽ. ഇനിയിപ്പോൾ ഈ പുകയെല്ലാം പടർന്ന് അതിൻ്റെ ഒരു ശമനമാകുന്ന സമയത്തായിരിക്കും ഇതിൽ ഈ സൾഫർ ഡയോക്സൈഡ് എല്ലാം കൂടെ തിരിച്ച് പെയ്തിറങ്ങാൻ പോകുന്നത് എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി മറ്റ് രാജ്യങ്ങളും അതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും എല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചില നിർദ്ദേശങ്ങളുമെല്ലാം വരുന്ന മണിക്കൂറുകളിൽ തന്നെ വരും. എന്തായാലും നിലവിൽ നിരവധി ഇൻഡിഗോ ആകാശ എയർലൈൻസ് അടക്കമുള്ള
നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള വിമാനങ്ങൾ വരെ റദ്ദാക്കേണ്ടതോ റീറൂട്ട് ചെയ്യേണ്ടതോ തിരിച്ചിറക്കേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അത്ര വലിയ രീതിയിലുള്ള പുകയാണ് ഇപ്പോൾ ആകാശത്ത് പടർന്നിരിക്കുന്നത്. വിമാന സർവീസുകൾ വിമാനത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള കാഴ്ച തടസ്സപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പല വിമാനങ്ങളും റീറൂട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ എയർ സ്പേസിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ ഈ എത്യോപ്യയിലെ വോൾക്കാനിക് ഇറപ്ഷൻ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പാകിസ്ഥാൻ എയർ സ്പേസ് നമുക്കായി തുറന്നു നൽകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ അങ്ങനെ തുറന്നു നൽകുമെന്നൊരു പ്രതീക്ഷ തത്കാലം നമുക്ക് വേണ്ട. എന്നിരുന്നാൽ പോലും അതിനൊരു പോംവഴി എന്നുള്ള കാര്യം DGC അടക്കമുള്ള DGCയും അതുപോലെ വിമാന കമ്പനികളും എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം നിരവധി വിമാനങ്ങൾ റീറൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് പുറപ്പെടും മുൻപ് കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ യാത്രയ്ക്ക് ഒരുങ്ങാവൂ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മാത്രമല്ല നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ഇന്നും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30 ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനം സർവീസും ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സമയം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമേ പ്രേക്ഷകർ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അതിന് തയ്യാറാകാവൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി നേരെ